ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. നമ്മളിതിൽ ഈസ്റ്റ് ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ തലേ ദിവസം ഉഴുന്നും ഒന്നും അരച്ചിട്ടോ മാവ് കൂട്ടി വെച്ചിട്ടോ ഒന്നുമില്ല. നമ്മളിത് പൊടിയാണ്, അരിപ്പൊടി വെച്ചിട്ട് അരച്ച് അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ദോശയാണ്. നല്ല സോഫ്റ്റായിട്ട് ഉള്ള ദോശയാണ് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ തേങ്ങയോ ചോറൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റ് ദോശയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. രാവിലെ തിരക്കിട്ട പണിയുടെ ഇടയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഈസി ദോശയാണ് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ സ്കൂൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോകുന്ന മക്കളുണ്ടെങ്കിൽ അവർക്കും ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളതാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശ കേട്ടോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഞാനിത് ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ കാണിക്കണേ. അപ്പോൾ ഞാൻ കപ്പ് അളവിലൊന്നുമല്ല കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ സാധാരണ എന്ത് ഗ്ലാസ്സിലാണ് പൊടി അളക്കുന്നത്, നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് അരിപ്പൊടി എടുക്കുക. അതിലേക്ക് ഞാനിതാ അവിലെടുത്തിട്ടുണ്ട്. അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചോറ് വേണമെങ്കിൽ ചോറ് ചേർക്കാം കേട്ടോ. അപ്പോൾ അവല് കുതിർത്ത് എടുത്തിട്ടുള്ള അവലാണ്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ആട്ടപ്പൊടിയോ ഗോതമ്പ് പൊടിയോ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ആട്ടപ്പൊടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ആട്ടപ്പൊടി 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരക്കുന്നത്. ഇത് നമുക്ക് പൊടി കൂടുതലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 തവണ ആയിട്ടാണ് കേട്ടോ ഞാൻ അരക്കുന്നത്. അപ്പോൾ ഞാനിത് അരിപ്പൊടിയിൽ നിന്ന് ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു അവലുണ്ടല്ലോ, അവല് കുതിർത്തത് അതിൽ നിന്നും പകുതി ചേർത്തു, ആട്ടപ്പൊടിയിൽ നിന്നും പകുതി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ ആയി പോവരുത് നമ്മുടെ ഈ ഒരു ബാറ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ദോശ സോഫ്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് പാകാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നമ്മുടെ അവിലൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ. ഇപ്പോഴത്തെ ഞാനിത് ആദ്യത്തെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണേ. അപ്പോൾ ഓവറായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. അരയ്ക്കാൻ ഒരു പാകമാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പം ഇനി ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഇതിൽ നമുക്ക് രണ്ടാമത് അരച്ചെടുക്കാനുള്ളതിലേക്കും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അവലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അരിപ്പൊടിയും അതുപോലെ തന്നെ ആട്ടപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതും നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതിലും ഞാൻ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആ ഒരു മാവും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരയ്ക്കുമ്പോൾ തന്നെ ഒത്തിരി അങ്ങോട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മുടെ ഈ ഒരു ബാറ്റർ വല്ലാണ്ട് ലൂസായി പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. നമുക്കിത് കട്ടിയുണ്ട് വെച്ചെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതെല്ലാം കട്ടിയില്ല, നമുക്ക് പാകമാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ നിന്ന് നന്നായിട്ട് തന്നെ വടിച്ചെടുത്താൽ മതി ആ ഒരു മാവ് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്കിത് ഒരു ഇത്തിരി കട്ടിയുണ്ട്. അപ്പോൾ ഞാനൊരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കണ്ട ഇതുപോലെ ഒന്ന് കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റ് പാകമായിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ 2 തവണ അരച്ചതാണ്. അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മാവ് അരച്ച ഉടനെ തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. കൂടി പോവണ്ട. ഇത്രയും ബാറ്ററിലേക്ക് 1/4 ടീസ്പൂൺ തന്നെ മതിയാകും കേട്ടോ. ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേക്കിംഗ് സോഡയുടെ കുത്തലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദോശയ്ക്കൊക്കെ ഒരു കളർ ചേഞ്ച് ഒക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബേക്കിംഗ് സോഡ കൂടി പോവണ്ട, 1/4 ടീസ്പൂൺ മതി. ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡറൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ബേക്കിംഗ് പൗഡർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കലക്കി കൊടുക്കണം. നന്നായി ഇങ്ങനെ കലക്കി നമ്മൾ കോരി ഒഴിക്കൂല, ആ രീതിയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുടാനുള്ള ഒരു പാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓവർ ചൂടുണ്ടെങ്കിൽ അതൊന്ന് വെള്ളം തളിച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തണേ. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി മാറ്റി വെച്ചു. അതിനുശേഷം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ബബിൾസൊക്കെ വന്ന് നിറയുന്ന സമയം വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യത്തേത് ഒഴിച്ച് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റത്തെ ദോശ അതാ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നിറയെ ഹോൾസൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ദോശ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ബാറ്ററിൻ്റെ ആ ഒരു ലൂസും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണേ. നമുക്കിതാ അടുത്തതും ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ദോശ അതിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം പാന് ചൂടുണ്ടായിരിക്കും കേട്ടോ. ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇടുക. അപ്പോൾ അതുപോലെ ഹോൾസൊക്കെ വന്ന് നിറയുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ച് കൊടുത്താൽ മതി. 2-3 സെക്കൻഡൊക്കെ ഒന്ന് മൂടിയാൽ മതിയാകും കേട്ടോ. അപ്പോൾ തന്നെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. നമ്മുടെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ദോശ അതാ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ നമുക്ക് തിരക്കിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന എന്നിപ്പോൾ ഓരോ തരം ഉണ്ടാക്കുമ്പോഴും ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട് ഒരു ദിവസം ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. നമുക്ക് ഒരു സ്പെഷ്യൽ ഒരു വെറൈറ്റിയും കൂടി ആയി കിട്ടും. മക്കൾക്ക് കൊണ്ടുപോകാനായാലും മക്കൾക്ക് കഴിക്കാനാണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടാവും. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ തേങ്ങ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ പുളി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പുളി ദോശയൊക്കെ പോലെ പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ, അധികം പുളിയില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇത് രണ്ടും ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പുളിദോശ കഴിക്കാൻ തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് ഉഴുന്നില്ലെങ്കിലും. ഉഴുന്നുണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തരാൻ മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടിയിട്ട് മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.